ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ തമിഴിൽ ഇപ്പം ഈ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചോട്ട് പറയാൻ പോണത്. അങ്ങനെ നമ്മുടെ വീട്ടിലെല്ലാവരും ഭയങ്കര സന്തോഷത്തിലും ആഘോഷത്തിലൊക്കെ നടക്കുകയാണ്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം അതിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഒത്തുകൂടി ഭയങ്കര സന്തോഷത്തോടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടൊരു പോലീസുകാരൻ വരുന്നത്. ആ കൊച്ചിനൊരു 5-6 വയസ്സ് പ്രായം ഉണ്ടാവും. അപ്പൊ പെൺകൊച്ചിനെ അങ്ങോട്ട് വരുമ്പോഴേക്കും എല്ലാവരും ചോദിക്കണ്ടേ, എന്താ സർ, എന്താ കാര്യം ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഈ വീട്ടിലെ ഒരാളാണ് എന്ന് പറയാണ്. പക്ഷെ അത് ആരാണെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ കൊച്ചിനെ അവിടെ നിർത്തിയിട്ട് പോകുകയാണ്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഡൗട്ട്. അവരവരുടെ ഭർത്താക്കന്മാർ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ ആ കുട്ടിയുടെ അച്ഛൻ, നിങ്ങളാണോ ആ കുട്ടിയുടെ അച്ഛൻ എന്ന് എല്ലാവരും ചോദിക്കണം. ഇതിനാ നമ്മുടെ വല്യച്ഛൻ വല്യമ്മയുടെ വരെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആദർശനടുത്ത് നയനെ മാത്രം ചോദിക്കില്ല. അപ്പൊ ആദർശ് ചോദിക്കണ്ടേ, നീ എന്താ എന്നോട് ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാണെന്ന് ചോദിക്കാത്ത? ബാക്കി എല്ലാവരും ഭാര്യമാര് ഭർത്താക്കന്മാരെ വട്ടമിട്ട് പിടിച്ചിരിക്കുക, നിങ്ങളാണ് കുഞ്ഞിന്റെ അച്ഛൻ, നിങ്ങളാണ് കുഞ്ഞിന്റെ അച്ഛൻ എന്ന് ചോദിച്ചിട്ട് നീ മാത്രം എന്നോടൊന്നും ചോദിക്കുന്നില്ലെന്ന് പറയുമ്പോ നമ്മുടെ നയനെ ആദർശനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള ഹെൽപ്പ് ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോ ആദർശ് ഇങ്ങനെ ഞെട്ടിയിരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ എല്ലാവരും ഇങ്ങനെ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ആ കുട്ടീൻ്റെ അടുത്ത് ആദർശ് ഇങ്ങനെ നോക്കണൊക്കെ കേട്ടോ. അപ്പം മിക്കവാറും അത് ആദർശിന്റെ കുട്ടിയാവാൻ തന്നെ വഴിയുള്ളൂ. ബാക്കി എല്ലാവരും ഇങ്ങനെ പറയണ്ട, അയ്യോ എൻ്റെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല രസകരമായിട്ടുള്ള ഭാഗമാണ്, പക്ഷെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഭാഗമാണ്. ആ കുട്ടി ആരുടെ ആയിരിക്കും എന്നിങ്ങനെ ആലോചിച്ചിട്ട് കേട്ടോ. അപ്പൊ ആ കുട്ടി വരുത്തി വെക്കുന്ന പിന്നെ കുറച്ച് രസകരമായിട്ടുള്ള ഭാഗങ്ങളെ കൂടിയിട്ടാണ് എപ്പിസോഡുകളൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് അനാമിക നടത്തുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നമ്മുടെ നയനിനെ കള്ളിയാക്കാനും നയനിനെ ഒരു മോശക്കാരിയാക്കാനൊക്കെ എത്രമാത്രം കള്ളത്തരങ്ങളൊക്കെ ചെയ്യാം, അത്രമാത്രം കള്ളത്തരങ്ങൾ അനാമിക ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറുതെ ആയി പോകുന്നേ ഉള്ളൂ കേട്ടോ. നയനനെ ഒരു കള്ളിയാക്കാൻ വേണ്ടി ബാഗിലെ പൈസ കാണാനില്ല, എൻ്റെ മാല കാണാനില്ല, സ്വർണത്തിന്റെ 10 പവൻ കാണാനില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ഭാഗങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. ഓരോരോ ഭാഗങ്ങളായിട്ട് പറഞ്ഞ് എപ്പിസോഡ് പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.